അധ്യാത്മരാമായണം യുദ്ധകാന്ഡം. രാക്ഷസ രാജാവായ രാവണന്റെ നിർദ്ദേശപ്രകാരം ശുകൻ എന്ന രാക്ഷസൻ ആകാശത്തിൽ വന്നു നിന്ന് സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു: സുഗ്രീവ, രാക്ഷസാധീശ്വരനായ രാവണന്റെ സന്ദേശം നീ കേൾക്കുക. വാനര രാജ, ദേവേന്ദ്രപുത്രനായ ബാലിയുടെ അനുജനാകയാൽ അങ്ങെനിക്ക് സഹോദര തുല്യനാണ്. നാം തമ്മിൽ യാതൊരു വിരോധവുമില്ല. രാജകുമാരനായ രാമന്റെ പത്നിയെ ഞാൻ അപഹരിച്ചതിന് നിനക്കെന്ത്? വാനരസേനയോടൊപ്പം നീ വേഗം കിഷ്കിന്ധയിലേക്ക് പോയിക്കൊള്ളുക. ശുകന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് വാനരന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ചാടിപ്പിടിച്ചു. മുഷ്ടിപ്രഹരമേറ്റ ശുകൻ കരയാൻ തുടങ്ങി. കാരുണ്യവാരിധി രാമരാമ, എന്നെ രക്ഷിക്കണമേ. പണ്ടു മുതലേ ആരും ദൂതന്മാരെ കൊല്ലാറില്ല നാഥ. ഇപ്രകാരമുള്ള ശുകന്റെ പരിദേവനങ്ങൾ കേട്ട് ഭക്തപ്രിയനായ ശ്രീരാമൻ വാനരന്മാരെ വിലക്കി. ശുകബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം: രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ, ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനം ഭാഗതേയാംബുദേ വാനരരാജ മഹാകുലസംഭവ. ആതിഥേയേന്ദ്രസുതാനുജനകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ, അതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലമെന്നുടനങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും. എന്തോന്നു കാട്ടുന്നിതന്നോടിവിടെ വന്നന്ധകാരം നിനച്ചീടായിക നീ വൃഥാ. ഇതം ശുകോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടി പ്രഹരങ്ങളേറ്റു ശുകനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാർ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ, രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളണമേ. വാനരന്മാരെ നിവാരണം ചെയ്യാശു മാനവവീര, ഹതോഹം പ്രപാഹിമാം. യുദ്ധം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തദാ.